ഗൈസ്, അപ്പോൾ ഇന്നൊരു ബിരിയാണി വ്ളോഗ് ആയാലോ? ഇന്ന് അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയല്ലേ ഞാൻ ഇടാറ്. ഇന്ന് അമ്മു ചേച്ചി സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി കണ്ടാലോ? തന്നെ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് വലിയുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സെറ്റ് ആയപ്പോഴേക്കും തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇതിലേക്ക് മസാലപ്പൊടികളായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, ലാസ്റ്റ് ആയിട്ട് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. നന്നായി ഇളക്കി മിക്സ് ആക്കിയിട്ട് കുറച്ച് വിനീഗറും തൈരും കൂടി ആഡ് ചെയ്യാം. മസാല സെറ്റ് ആണെങ്കിൽ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഓൾറെഡി നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ പച്ചമുളക് അരച്ചതും കൂടി ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മസാല തേച്ച ചിക്കൻ ഈ ഒരു മസാലയ്ക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് വേവിക്കാൻ വെക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിച്ചീപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. സമയത്ത് എപ്പോഴത്തെയും പോലെ സാലഡിന്റെ പണി എനിക്കായിരുന്നു. വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ വിനീഗറും കുറച്ച് സാൾട്ടൊക്കെ വെച്ച് ഞാൻ സിമ്പിൾ ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കി. അമ്മയാണെങ്കിൽ പുതിനയിലെ ചമ്മന്തിയും പപ്പടും റെഡിയാക്കി. ദമ്മിടാനുള്ള പ്രിപ്പറേഷൻ ആയിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളി, ക്യാരറ്റ് നന്നായിട്ട് മുരിന്ന പോലെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മുടെ മസാല ഓൾറെഡി സെറ്റ് ആക്കി വന്നപ്പോഴേക്ക് അതിന്റെ മുകളിൽ ലെയർ ആയിട്ട് അമ്മ റൈസ് ഇട്ടു. പിന്നെ ഓരോ ലെയറിലേക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില, ക്യാരറ്റ്, ഉള്ളി, പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തി ഒക്കെ നമ്മൾ സെറ്റ് ആക്കി ഫൈനൽ ടച്ച് ആയിട്ട് ഇതേ നെയ്യും കൂടി സ്പ്രെഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും സാലഡും ചമ്മന്തിയും പപ്പടും ബിരിയാണിയും റെഡി.